സോ ക്യാമറ കിങ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. സോ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവോയുടെ V29 Pro കേട്ടോ. V29 V29 Pro ഇറങ്ങിയിട്ടുണ്ട്. അതിൽ V29 Pro ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ. സംഭവം അടിപൊളി ക്യാമറ, വേറെ ലെവൽ ക്യാമറ ഉണ്ട്. ഞാൻ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിൻ്റെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അതിനോടൊപ്പം തന്നെ ഇതിലൊരു ഓറ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ്, നല്ല കിടിലൻ ഡിസ്പ്ലേ ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോണിൻ്റെ വരവ്. പിന്നെ ഈ ഫോൺ നമുക്ക് റിവ്യൂ ചെയ്യാൻ എന്നുള്ളത് നമ്മുടെ സ്വന്തം മലപ്പുറത്തുള്ള പ്ലാനറ്റ് എം മൊബൈൽ ഷോപ്പ് ആട്ടോ. സോ നിങ്ങൾക്ക് ഈ ഫോൺ പ്രീ ബുക്ക് ചെയ്യാനും അതല്ലാതെ എന്ത് സ്മാർട്ട് ഫോൺ ആക്സസറീസോ അങ്ങനെ എന്ത് ടെക്നോളജിക്കൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്ലാനറ്റിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ പ്രീ ബുക്ക് ആണെങ്കിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ് നമ്മളെന്തില്ല ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സിലാണ് നമ്മുടെ ഫോൺ വരുന്നത് കേട്ടോ. ഓക്കെ, നേരെ അതിന് മുകളിലുള്ള കവർ ജസ്റ്റ് ഒന്ന് മാറ്റാം. ഇനി നേരെ നമ്മുടെ വിവോയുടെ പെട്ടി ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ ഫോൺ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ജസ്റ്റ് നമ്മുടെ ഫോൺ ഒന്ന് മാറ്റി വെക്കാം. ഇതാണ് കേട്ടോ വിവോ V29 Pro. ജസ്റ്റ് മാറ്റി വെക്കാം. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു TPU കേസ് അവരിതിൽ നൽകിയിട്ടുണ്ട്. യൂസർ മാനുവൽസും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫാസ്റ്റ് ചാർജറിൻ്റെ ഒരു അഡാപ്റ്റർ, അതായത് 80 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ നൽകിയിട്ടുണ്ട്. കൊള്ളാം. ഓക്കെ, ചാർജ് വെച്ചിട്ട് അടിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു Type-C ചാർജിങ് കേബിൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഒരു സിം ഇജക്റ്റിംഗ് ടൂളും നൽകിയിട്ടുണ്ട് കേട്ടോ. സോ ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ V29 Pro ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കാം. എങ്ങനെയുണ്ട് കേസ്? കൊള്ളാവോ? ഡിസൈൻ വൈസ് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ആ ഡിസൈൻ വളരെ ഇഷ്ടപ്പെട്ടു. അല്ലേ, ഡിസൈൻ സംഭവം കൊള്ളാം. എനിക്ക് പേഴ്സണലി ഒരുപാട് ഫസ്റ്റ് ഈ ഫോൺ കയ്യിൽ കിട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഒരു വെറൈറ്റി ഡിസൈനാണെന്നുള്ളതാണ്. കാരണം എല്ലാ ഫോൺസിലും, വിവോൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫോൺസിലും അവർ ഓരോ ഫോണിലും ഒരുപാട് വെറൈറ്റി അല്ലെങ്കിൽ യൂണീക്ക് ആയിട്ടുള്ള ഡിസൈൻസാണ് വിവോ എപ്പോഴും കൊണ്ടുവരുള്ളത്. ഹിമാലയൻ മഞ്ഞുകളുടെ കളറാണിത് എന്നാണ് അവർ പറയുന്നത്. ഒരു 3D ഡിസൈൻ വേണമെങ്കിൽ പറയുന്നത് 3D പാർട്ടിക്കിൾ ഡിസൈനാണ് വിവോ ഇതിന് നൽകിയുള്ളത്. കിടിലൻ ഡിസൈൻ, എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് ഗ്രിപ്പ് തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല കിടിലൻ ഗ്രിപ്പാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും പതിയുന്നില്ല. ബട്ട് നമ്മൾ പോക്കറ്റിൽ അല്ലെങ്കിൽ ഇതേപോലെ ഒബ്ജക്റ്റിൽ ടാബിളിലൊക്കെ വെക്കുകയാണെങ്കിൽ ഫോൺ ഇങ്ങനെ സ്ലോ വെച്ചിട്ടാണ് ഇറങ്ങി പോകുന്നുണ്ട്. ഓക്കെ, എങ്ങനെ സ്ലോയിൽ ഇറങ്ങി പോകുന്നുണ്ട്. സോ നിങ്ങൾ ഫോൺ എവിടെയും വെക്കുകയാണെങ്കിൽ, അതൊന്ന് കാറിൻ്റെ ഡാഷ്ബോർഡിലൊക്കെ വെക്കുകയാണെങ്കിൽ കൂളായിട്ട് ഫോൺ ഇറങ്ങി പോരും. അത് ശ്രദ്ധിക്കുക. അതിനാണ് TPU കേസ് വിവോ നൽകിയുള്ളത്. സോ ഈ ഒരു ക്യാമറ മോഡ്യൂളും അത്യാവശ്യം വലിയൊരു ക്യാമറ ബഡ്ജറ്റ് നൽകിയിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ, എനിക്ക് പേഴ്സണലി ഡിസൈൻ അധികം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കർവ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ, ഒരു കിടിലൻ ഡിസ്പ്ലേ. നല്ല രീതിക്ക് നിങ്ങൾ മൂവീസൊക്കെ കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളി ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. എന്തായാലും ഡിസ്പ്ലേൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഇത് നൽകിയിട്ടുള്ളത്. കൂടാതെ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും 1000 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിൾ റേറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ബ്രൈറ്റ്നസ് ലെവൽ നോക്കുകയാണെങ്കിൽ 1300 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റിയുള്ള ഒരു ബ്രൈറ്റ്നസ് ലെവൽ നൽകിയിട്ടുണ്ട്. മാത്രമല്ല HDR 10+ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സോ ഒരു അടിപൊളി ഡിസ്പ്ലേ, നിങ്ങൾക്ക് മൂവീസ് കാണാനാണെങ്കിലും ഗെയിംസ് കളിക്കാനാണെങ്കിലും അങ്ങനെ നിങ്ങളുടെ എല്ലാ ഒരു വ്യൂവിങ് എക്സ്പീരിയൻസിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമ്മുടെ വിവോ V29 Proയിൽ അവർ നൽകിയുള്ളത്. സോ ഡിസ്പ്ലേ എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല കേട്ടോ. നല്ല അടിപൊളി ഡിസ്പ്ലേ, നല്ല 3D കർവ്ഡ് ഡിസ്പ്ലേ നൽകിയുള്ളത് ഞാൻ നിങ്ങൾ നേരത്തെ കണ്ടു. സോ ഡിസ്പ്ലേ വൈസ് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തില്ല. നല്ല രീതിക്ക് ഞാനിപ്പോൾ കുറേ മൂവീസും കാര്യങ്ങളൊക്കെ ഇതിൽ കണ്ടു നോക്കി, എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ലൊരു രീതിയിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിടിലൻ ഡിസ്പ്ലേ തന്നെയാണ് കേട്ടോ. സോ ഡിസ്പ്ലേ വൈസും നോ ഇഷ്യൂസ്. നെക്സ്റ്റ് ആയിട്ട് ഈ ഫോണിൻ്റെ പെർഫോമൻസ് ലെവലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഫോണിൽ യൂസ് ചെയ്തിരുന്ന പ്രോസസ്സറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ MediaTekൻ്റെ 8200 എന്നുള്ളൊരു 4 നാനോമീറ്റർ ടെക്നോളജി ബേസ്ഡുള്ള ഒരു ചിപ്സെറ്റാണ് വിവോ ഇതിന് നൽകിയുള്ളത് കേട്ടോ. പിന്നെ GPU നോക്കുകയാണെങ്കിൽ മാലിയുടെ G610 MC6 എന്ന് പറഞ്ഞൊരു GPU ആണ് ഇവിടെ നൽകിയുള്ളത്. ഒരു കിടിലൻ GPU തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഇത് നൽകിയുള്ളത്. പിന്നെ Android 13 ബേസ്ഡ് ആയിട്ടുള്ള വിവോയുടെ സ്വന്തം ഫൺ ടച്ച് ചോയ്സ് ആണ് ഇതിൽ വന്നുള്ളത്. സോ അങ്ങനെ നോർമലായിട്ട് എല്ലാ വിവോ ഫോൺസിലും കണ്ടുവരുന്ന ആ ഒരു UI, ആ ഒരു എക്സ്പീരിയൻസ് തന്നെ എനിക്ക് തോന്നിയത്. പിന്നെ ബ്ലോഡ് വെയർസ് ഒരുപാട് വരുന്നുണ്ട്. ജസ്റ്റ് ബ്ലോഡ് വെയർ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം, അൺഇൻസ്റ്റാൾ ചെയ്യാം. ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്താൽ മതി, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പെർഫോമൻസ് വൈസ് ഞാൻ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് നോക്കി, എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തില്ല. നല്ല രീതിക്ക് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തില്ല. അതേപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് തീരെ, ഞാൻ ഒരുപാട് നേരം യൂസ് ചെയ്തിട്ടും ഒരു രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂസോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. സോ ഹീറ്റിംഗ് വൈസ്, അതായത് ഗെയിമിങ്ങിനും കാര്യങ്ങളൊക്കെ ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഡിവൈസാണ്. പിന്നെ സാധാരണ കാണുന്ന പോലെ വിവോയുടെ തന്നെ ടെർബോ ഗെയിമിംഗ് മോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യമില്ല, എന്നാലും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വിവോ നൽകിയിട്ടുണ്ടോ. സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ, ഓക്കെ ക്യാമറ എങ്ങനെ നോക്കാം. എല്ലാവരും കാത്തിരിക്കുന്ന കിണ്ണം കാച്ചി ക്യാമറ എന്ന് പറയുന്ന ഒരു കിടിലൻ ക്യാമറ സെറ്റപ്പാണ് വിവോ നൽകിയത്, പ്രത്യേകിച്ച് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി. സോ ക്യാമറയുടെ പ്രോബ്ലംസും അതേപോലെ തന്നെ അഡ്വാൻസും അങ്ങനെ എല്ലാ കാര്യങ്ങളും, നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്.
സോ അപ്പോൾ ക്യാമറ നോക്കുകയാണെങ്കിൽ വിവോ ഇതിൽ നൽകിയുള്ള ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ പിക്സലിൻ്റെ ഒരു OIS സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൈമറി ലെൻസ്, 12 മെഗാ പിക്സലിൻ്റെ ഒരു പോർട്രേറ്റ് ലെൻസ് അവരോട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നൽകിയിട്ടുണ്ട്. 8 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇവിടെ നൽകിയിട്ടുണ്ട്. സോണിയുടെ IMX766 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സെൻസർ. സോ ഒരു അടിപൊളി ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഇതിൽ കിട്ടുക. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു ഓട്ടോ ഫോക്കസോട് കൂടിയുള്ള ഒരു കിടിലൻ പഞ്ച് ഹോൾ ക്യാമറ കട്ടൗട്ടാണ് അവർ നൽകിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്നത് ബാക്ക് ക്യാമറയിൽ എടുത്ത ഫോട്ടോസാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് 50 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് എടുത്ത ഫോട്ടോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർമൽ ഫോട്ടോസാണ്. ഓക്കെ, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. എനിക്കെന്നാലും പോർട്രേറ്റ് ഫോട്ടോ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് നോർമൽ ഫോട്ടോ അത്രയ്ക്ക് കണ്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം കുറച്ചും കൂടി ഹ്യൂമൻ സബ്ജക്റ്റ് വരുമ്പോൾ, അതായത് നമ്മുടെ മനുഷ്യന്മാരുടെ സബ്ജക്റ്റ് വരുമ്പോൾ കുറച്ചും കൂടി ഷാർപ്പൻഡ് ആയിട്ടുള്ളൊരു ഇമേജാണ് കിട്ടുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ഫേസൊക്കെ കുറച്ചും കൂടി ഒരു ഷാർപ്പൻഡ് ആയിട്ടൊക്കെ ഒരു ആർട്ടിഫിഷ്യലി പ്രോസസ്സ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് ചില ഫോട്ടോസൊക്കെ. ചില ലൈറ്റിംഗ് കണ്ടീഷനിൽ മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ. നമ്മൾ അല്ലാത്ത സബ്ജക്ട്സിൻ്റെ ഒക്കെ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്. പിന്നെ നോർമലായിട്ടുള്ള വിവോയുടെ ചെറിയ കളർ ബൂസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചില ഫോട്ടോസിൽ വന്നിട്ടുണ്ട്. കുറച്ച് സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുള്ള ഫോട്ടോസാണ്. അങ്ങനെ നോർമൽ ഫോട്ടോസിൽ എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ സാമ്പിൾസ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന സാമ്പിൾസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നോർമൽ ഫോട്ടോസ് ഓക്കെയാണ്. ഇനി പോകേണ്ട ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി. സോ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന സാമ്പിൾസ് ഈ വിവോ V29 പ്രോയുടെ പോർട്രേറ്റ് മോഡൽ, അതായത് പോർട്രേറ്റ് മോഡൽ എടുത്ത ഫോട്ടോസാണ്. ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഒരു DSLR വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോസ് തന്നെയാണ് വിവോ V29 Pro നമുക്ക് നൽകിയുള്ളത് കേട്ടോ. സോ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫോട്ടോസൊക്കെ ഇതിൻ്റെ പോർട്രേറ്റ് മോഡൽ 2x സൂമിൽ എടുത്തതാണ്. നമ്മൾ നേരെ 1x സൂമിലേക്ക് ഇട്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ എനിക്ക് അത്ര ഒരു അതായത് അത്ര ഒരു ക്വാളിറ്റി തോന്നുന്നില്ല. ക്വാളിറ്റി അല്ല, മീൻസ് ഒരു പ്രൊഫഷണലിസം ഇല്ലാത്ത മാതിരി തോന്നുന്നുണ്ട്. ബട്ട് നമ്മൾ 2x സ്വിച്ച് ചെയ്തിട്ട് ഫോട്ടോസ് പോർട്രേറ്റ് മോഡ്സിൽ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ വേറെ ലെവലാണ്. ഓക്കെ, 1x എടുക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് നമുക്ക് കുറച്ചും കൂടി ക്യാമറ ഒരു നല്ല രീതിക്ക് പൊസിഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മേ ബി നല്ലൊരു ഫോട്ടോസ് കിട്ടുമായിരിക്കും. ബട്ട് 2x എനിക്ക് കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിക്കുള്ള ബ്ലറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന മാതിരി എനിക്ക് തോന്നിയത്. പിന്നെ ചെറിയ ക്യാമറ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാനുണ്ട്, ചെറിയ ബഗ്ഗും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനുണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിക്ക് അപ്പോൾ നോർമൽ ഫോട്ടോസിലാണെങ്കിലും അതേപോലെ തന്നെ പോർട്രേറ്റ്സിലൊക്കെ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സ്കൈയൊക്കെ ബാക്കിലുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രീതിക്കുള്ള ഇഷ്യൂസും അങ്ങനെ, അതായത് ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യാത്ത ഇഷ്യൂസോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഇത് പ്രത്യേകിച്ച് നൈറ്റ് ഫോട്ടോഗ്രാഫി ഡിസൈൻ എന്നൊക്കെ പറയുന്നത് ഈ ഓറ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഓറ ലൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് അടിപൊളിയായിട്ട് 360 ഡിഗ്രിയിൽ നമുക്ക് ഫോട്ടോ, അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ നമുക്ക് നല്ല രീതിക്ക്, അതായത് ഫ്ലാഷ് ലൈറ്റിൻ്റെ പകരം ഓറോ ലൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള ഫോട്ടോസ്, അധികം ഷാർപ്പൻഡ് ആയിട്ടുള്ള ലൈറ്റ് വരെ അത് സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും കിട്ടോ. ഈ സാമ്പിൾസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ ഓറ ലൈറ്റ് ഓഫും ഓറ ലൈറ്റ് ഓണിലും എടുത്ത ഫോട്ടോസ് കമ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രീതിക്കുള്ള ക്വാളിറ്റി ഈ ഓറ ലൈറ്റ് തരുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ കളർ നമുക്ക് വാം കൂൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് പല രീതിക്കുള്ള കളർ ഈ ഒരു ഫ്ലാഷ് ലൈറ്റിൽ കൊടുക്കാനായിട്ട് പറ്റും. സോ ബാക്ക് ക്യാമറയുടെ ഫോട്ടോസ് വൈസ് എനിക്ക് അങ്ങനെ ഇഷ്യൂ ഒന്നും തോന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി നോർമൽ ഫോട്ടോസ് എടുക്കുമ്പോൾ ചെറിയൊരു ഷാർപ്പ്നെസ്സോ അതേപോലെ തന്നെ ചെറിയൊരു എന്താ പറയുക കുറച്ചൊന്ന് ഷാർപ്പൻഡ് ആയിട്ടുള്ള ഒരു ഇമേജ്, അല്ലാതെ എനിക്കങ്ങനെ വേറെ ഒരു ഇഷ്യൂസും ഫീൽ ചെയ്തില്ല. നല്ല രീതിക്ക് സ്കൈയൊക്കെ ഡിറ്റക്ട് ചെയ്ത് നല്ല രീതിക്ക് HDR വർക്ക് ചെയ്യുന്നൊരു ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഈ ഫ്രണ്ട് ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കാം. സോ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത സാമ്പിൾസാണ് നിങ്ങൾ ഇപ്പോൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നോർമൽ മോഡ്സിൽ എടുത്ത ഫോട്ടോസാണ്. ഒരു ഇഷ്യൂസും ഇല്ല. എനിക്ക് നല്ല രീതിക്കുള്ള ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാൻ ബാക്ക് ക്യാമറയിൽ പറഞ്ഞ ആ ഇഷ്യൂസ് ഒന്നും ഇവിടെ എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയിൽ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരു ഇഷ്യൂസും ഫീൽ ചെയ്തില്ല. നല്ല രീതിക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നല്ല ബ്ലറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നും പോർട്രേറ്റിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. ഫ്രണ്ട് ക്യാമറയിലും നല്ല രീതിക്ക് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് നോർമൽ മോഡാണെങ്കിലും പോർട്രേറ്റ് മോഡാണെങ്കിലും ഫ്രണ്ട് ക്യാമറയിലും നല്ല രീതിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ സൂമിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 20x സൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒപ്റ്റിക്കൽ സൂം ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഞാൻ വേണ്ടി സാമ്പിൾസ് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കാണുന്നത് അൾട്രാ വൈഡിൽ എടുത്തതാണ്. പിന്നെ ഇപ്പോൾ കാണുന്നത് 1x, 2x, 5x, 10x, 20x. ഓക്കെ, 20x ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അത്യാവശ്യം ഡീറ്റെയിൽസ് വേണമെങ്കിൽ ക്യാപ്ചർ ചെയ്തെന്ന് പറയാം. ഒരു 10x വരെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതൊരു സൂമിങ് റിലേറ്റഡ് ക്യാമറ അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. പിന്നെ ഈ ഫോണിൻ്റെ വീഡിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് 4K 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതായത് ഇതിൻ്റെ പ്രൈസ് റിവീൽഡ് അല്ല, കാരണം ഈ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇത് ഫോൺ ലോഞ്ചർ ആയിട്ടില്ല. സോ എന്തായാലും ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലും മാറ്റങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്കത് ചെക്ക് ചെയ്താൽ മതി. സോ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് 4K 60 FPS എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും.
സോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 4K 60 FPS ഇതിൻ്റെ ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ടെടുത്ത വീഡിയോ ഉണ്ട്. സ്റ്റെബിലൈസേഷൻ അത്രയ്ക്ക് സ്റ്റെബിലൈസേഷൻ 4K 60 FPS നമുക്ക് സ്റ്റെബിലൈസേഷൻ കുറവാണ്, എന്നാലും നല്ല രീതിക്ക് ക്വാളിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. വൈസ് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തില്ല. നല്ല അടിപൊളി ക്വാളിറ്റി, നല്ല കളേഴ്സ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്നുണ്ട് ചില ഒബ്ജക്ട്സിനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ. നല്ല വീഡിയോഗ്രാഫിക്ക് പറ്റിയൊരു ക്യാമറ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറ. സോ അങ്ങനെ ക്വാളിറ്റി ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. ഇനി സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 1080pയിലാണ് ഇതിൻ്റെ ക്വാളിറ്റി വരാം. പക്ഷേ ഈ ഫൂട്ടേജ് എനിക്ക് അത്ര രീതിക്ക് ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല. സ്റ്റെബിലൈസറാണ്, ബട്ട് കുറച്ച് ക്വാളിറ്റി കോംപ്രമൈസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഏറ്റവും ബെറ്റർ ചെയ്തത് 4K 60 അല്ലെങ്കിൽ 4K 30 കേട്ടോ. അതാണ് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഈ ഫോണിൻ്റെ ക്യാമറ തരുന്നത്. പിന്നെ ബാക്ക് ക്യാമറയിൽ നമുക്ക് ബൊക്കെ മോഡൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കിയിട്ടുള്ള ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതും 1080p 24 FPS അവർ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ക്വാളിറ്റി വൈസ് അതായത് നല്ലൊരു രീതിക്കുള്ളൊരു കാണാൻ നല്ല രസമുള്ള വീഡിയോസാണ്. ബട്ട് 24 FPS 1080p ആണ് ക്വാളിറ്റി കേട്ടോ. 4K വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. വലിയൊരു ക്വാളിറ്റി ഒന്നുമില്ല, ബട്ട് നല്ല രീതിക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ചെറിയ അവിടെയൊക്കെ കാണുന്ന ചെറിയ തട്ടിമുട്ട് പോരായ്മകൾ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ഇനി ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. 4K 60 FPS ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. നല്ല രീതിക്ക് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ആൻഡ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോസ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ തരുന്നത്. പിന്നെ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയാൽ, ഫേസ് സ്റ്റഡി സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയാൽ നമുക്കത് 1080pയിലോട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്, എന്നാലും ഓക്കെ ആയിട്ടുള്ളൊരു സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ വലിയൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് എന്ത് പറ്റും, ബ്ലർഡ് ആയിട്ടുള്ള ബൊക്കെ മോഡലിലെ വീഡിയോസ് എടുക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വീഡിയോസ് കേട്ടോ. അതായത് നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ കാർട്ടൂണൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. ബട്ട് നല്ല രസമുണ്ട് കാണാൻ കേസൊക്കെ. നല്ല രീതിക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ടുണ്ട്. ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. സംഭവം ഒരു ആർട്ടിഫിഷ്യലായിട്ട് ടച്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ളൊരു വീഡിയോ ആണ് അവർ തന്നുള്ളത് കേട്ടോ. ഓക്കെ, നല്ല രീതിക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വിവോ V29 Proൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 4600 mAh ഒരു ബാറ്ററി ബാക്കപ്പാണ് ഇവിടെ നൽകിയുള്ളത്. കൂടാതെ 80 വാട്ടിൻ്റെ ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 50 മിനിറ്റ് മതി നമുക്ക് 100% ചാർജ് ആവാൻ കേട്ടോ. 188 ഗ്രാം മാത്രമേ ഈ ഫോൺ വെയിറ്റ് വരുന്നുള്ളൂ. വെറും 7.46 mm മാത്രമേ ഇതിന് തിക്നെസ്സും വരുന്നുള്ളൂ കേട്ടോ. സോ വളരെ ലൈറ്റ് ആൻഡ് തിൻ ആയിട്ടുള്ള ഒരു ഫോണാണ്. ഇതിൽ ഏകദേശം 5G ബാൻഡ്സ് നോക്കുകയാണെങ്കിൽ 8 5G ബാൻഡ്സ് കണ്ട് വരുന്നുണ്ട്. സോ 5G ബാൻഡ്സ് അത്ര മോശം കാര്യങ്ങളൊന്നും അല്ല. പിന്നെ അത് നമുക്ക് NFC കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ വേണമെങ്കിൽ NFC കൊടുക്കാമായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. ടൈപ്പ് സിയിൽ നിങ്ങൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ അതിൽ വരുന്ന ഫിംഗർ പ്രിന്റ് പറഞ്ഞാൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ്. സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സപ്പോർട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഈ ഫോണിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഈ ഫോൺ ലോഞ്ച് ആയിട്ടുള്ള എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അപ്പോൾ എന്തായാലും കറക്റ്റ് പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഏകദേശം ഒരു 36,000 ആ റേഞ്ചിലേക്കായിരിക്കും, 36,000-37,000 റേഞ്ചിലായിരിക്കും ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസും തോന്നുന്നു. ആ ഒരു പ്രൈസ് റേഞ്ചിൽ റിയലി വർത്ത് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. കാരണം നല്ല പെർഫോമൻസ്, നല്ല ക്യാമറ, അടിപൊളി ഡിസ്പ്ലേ ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇൻട്രൊഡക്ടറി ഓഫറായിട്ട് നിങ്ങൾ പ്രീബുക്ക് ചെയ്ത് ഓഫർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 33,000 കിട്ടുകയാണെങ്കിൽ കിഡിലും ഫോണാണ്. നല്ല വേർത്തായിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. സോ V29 വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഇത് V29 Pro വേരിയൻ്റ് ആണ് കേട്ടോ. ഇതിൽ 8GB 256GB വേരിയൻറ്റും 12GB റാമും 256GB വരുന്ന 2 സ്റ്റോറേജ് വേരിയൻ്റാണ് വരുന്നത്. സോ അപ്പോൾ പ്രീബുക്ക് ആണെങ്കിൽ നേരെ പ്ലാന്റിനെ കോൺടാക്ട് ചെയ്യാം. സോ വീഡിയോ ഉപകാരപ്പെട്ട ഇതുപോലത്തെ അൺബോക്സിങ്ങും കിടക്കാച്ചി വീഡിയോസ് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സോ പുതിയൊരു ടെക്നോളജിയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുണ്ടാകാം.